ചെറുപയർ വറുത്ത് രണ്ടായി പിളർന്ന് അലകാക്കി തനി നാടൻ രീതിയിൽ സദ്യ ചെറുപയർ പരിപ്പ് കറി നമുക്കൊന്നുണ്ടാക്കിയാലോ? കൂട്ടത്തിൽ കുക്കറിൽ പയർ വേവിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ട്രിക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പം വായോ വീഡിയോയിലോട്ട് പോവാം. ഇവിടെ 1/2 കിലോ ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കറിക്ക് 1 കപ്പ് മതി. ബാക്കി നമുക്ക് വറുത്ത് മാറ്റി വെച്ചാൽ വേറെ കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കാമല്ലോ. പാത്രം ചൂടാവുമ്പോൾ നമ്മുടെ ചെറുപയറിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഈ ചെറുപയർ നല്ലപോലെ കഴുകി ഉണക്കിയിട്ടാണ് കേട്ടോ വറക്കുന്നത്. ഇനി കൈവിടാതെ ചൂട് എല്ലാ വശത്തും എത്തുന്ന രീതി നല്ലപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മുടെ ചെറുപയർ പാകമാകുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു നല്ല മണം വരും കേട്ടോ. അതാണ് അതിൻ്റെ പാകം. ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി ഒരു പയർ മൂത്ത ഒരു മണം വരുവേ. അന്നേരം നമ്മൾ തീ ഓഫ് ചെയ്യണം. ഇനി ഈ പയറിൻ്റെ ചൂട് മാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മുടെ പയറൊന്ന് തണുത്ത് കഴിയുമ്പം കുറച്ച് പയർ അരകല്ലിലോട്ട് വെച്ച് നമ്മുടെ അമ്മിക്കല്ല് വെച്ച് അതിന് മുകളിലൂടെ ഒന്ന് ഉരുട്ടി വിട്ടാൽ മാത്രം മതി. അപ്പം തന്നെ നമ്മുടെ പയർ രണ്ടായിട്ട് പിളർന്ന് വരും കേട്ടോ. ഒരുപാട് ബലം കൊടുത്ത് അരയ്ക്കുകയോ ഒന്നും വേണ്ട. 1-2 പ്രാവശ്യം നമ്മുടെ അമ്മിക്കല്ല് വെച്ച് മുകളിലൂടെ ഒന്ന് ഓടിച്ചാൽ മാത്രം മതി. പയർ രണ്ടായിട്ട് പിളർന്ന് കിട്ടും. ഇങ്ങനെ ചെയ്യുന്നത് പയറിനെ അലകാക്കുക എന്നാണ് കേട്ടോ പറയുന്നത്. എല്ലാ വീട്ടിലും അരകല്ലുണ്ടാവണമെന്നില്ലല്ലോ, പക്ഷെ എല്ലാ വീട്ടിലും ഇടികല്ലുണ്ടായിരിക്കും. നമുക്ക് ഇടികല്ലിൻ്റെ കല്ലുപയോഗിച്ചും ഇതുപോലെ പയറ് അലകാക്കി എടുക്കാം. ഒരു മുറവോ തുണിയോ വിരിച്ച് അതിലോട്ട് നമ്മുടെ പയറിട്ട് ഇതുപോലെ ഇടികല്ല് വെച്ച് ഉരുട്ടി 2-3 പ്രാവശ്യം ഒന്ന് ഉരുട്ടിയാൽ പയറ് രണ്ടായിട്ട് പിളർന്നു വരും കേട്ടോ. ഇതാ കണ്ടില്ലേ പയറ് രണ്ടായിട്ട് മുറിഞ്ഞിരിക്കുന്നേ. ഇനി ഇതിലെ തൊലിയൊക്കെ മാറാൻ വേണ്ടി നല്ല പോലെ പാറ്റിയെടുക്കണം. ഇതാണ് അതിൻ്റെ തൊലി. ഈ തൊലി നമുക്ക് വേണ്ട, ഇത് നമുക്ക് കളയാം. 2-3 പ്രാവശ്യം പാറ്റിയെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പയറിലെ പൊടിയും തൊലിയും എല്ലാം പോയി വൃത്തിയായിട്ട് കിട്ടുവേ. ഇത് കണ്ടോ, ഇത് നമ്മുടെ പയറ് പാറ്റിയപ്പോൾ കിട്ടിയ പൊടിയാണ്. ഇത് കളയല്ലേ. ഇത് വെച്ച് നല്ലൊരു ഐറ്റം ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാവേ. ഇനി നമ്മുടെ കറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് 1 കപ്പ് ചെറുപയർ പരിപ്പ് എടുക്കണം. ഇനി പരിപ്പ് വേവിക്കുമ്പം അതിൻ്റെ കൂടെ ഇടേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. 2 തണ്ട് കറിവേപ്പില, 3 ചുമന്നുള്ളി, 2 പച്ചമുളക്. ഈ പച്ചമുളക് രണ്ടായിട്ട് കീറിയും ചുവന്നുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞും ചേർക്കണേ. പയറ് വേവിക്കുന്ന നാടൻ രീതി എന്ന് പറയുന്നത് ചട്ടിയിലിട്ട് വെള്ളം ഒഴിച്ച് പയറും ഈ സാധനങ്ങളെല്ലാം ഇട്ട് വേവിച്ചെടുക്കുന്നതാണ്. നമുക്കിവിടെ എളുപ്പത്തിന് വേണ്ടി കുക്കറിലാണ് ഈ പ്രാവശ്യം പയറ് വേവിക്കുന്നത്. അതിനുവേണ്ടി ഒരു പാത്രം എടുത്ത് അതിലോട്ട് നമ്മുടെ ചെറുപയർ പരിപ്പിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെക്കണം. കുക്കറിൽ ചെറുപയർ പരിപ്പ് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ കുക്കറിലോട്ട് ഒരു സ്റ്റാൻഡ് വെച്ച് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആ സ്റ്റാൻഡിൻ്റെ മുകളിലോട്ട് നമ്മുടെ ചെറുപയർ പരിപ്പ് വെച്ച പാത്രം ഇറക്കി വെക്കണം. ഇതിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ചെറുപയർ പരിപ്പ് കുക്കറിൽ വേവിക്കുമ്പോൾ അതിലെ പൊടി എന്തെങ്കിലും കുക്കറിൻ്റെ ട്യൂബിൽ കയറി അപകടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാം കൂടെ കുക്കറിലിട്ട് വേവിച്ചാലും മതി. പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്താൽ കുക്കറിൻ്റെ അകത്ത് എല്ലായിടത്തും ഇത് വെന്ത് വരുമ്പോൾ ആവത്തൊന്നുമില്ല. നമുക്ക് കുക്കർ ക്ലീൻ ചെയ്യാനും എളുപ്പമാവും, നമുക്കൊരു സേഫ്റ്റി ഉണ്ടാവും. ഇനി തീ ഓൺ ചെയ്ത് കുക്കറിൻ്റെ വിസിലൂടെ ആവി വരുമ്പോൾ നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കറിക്ക് ആവശ്യമായ അരപ്പിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. തേങ്ങ 1.5 കപ്പ്, ജീരകം 1 ടീസ്പൂൺ, വെളുത്തുള്ളി 3 എണ്ണം, മഞ്ഞൾപ്പൊടി ഒരു നുള്ള് ചേർക്കുന്നുണ്ട്. നിർബന്ധമില്ല, ഇവിടെ ചെറിയ കളറിന് വേണ്ടി മാത്രമാണ് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നത്. ഇനി ഇതെല്ലാം നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നമ്മുടെ ചെറുപയർ പരിപ്പ് 8 വിസിലായപ്പോഴത്തേക്കും വെന്ത് വന്നിട്ടുണ്ട്. ഇവിടുത്തെ കുക്കറിൽ 8 വിസിൽ അടിച്ചപ്പോഴത്തേക്കും റെഡിയായേ. നമ്മുടെ ചെറുപയറും മുളകും എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, കുക്കറിൻ്റെ അകത്തൊന്നും എവിടെ ആവാതെ ആ പാത്രത്തിൽ തന്നെ ഇരിക്കുന്നുണ്ടോ എല്ലാം. ഇതാ ഞാൻ പറഞ്ഞ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കുക്കർ വൃത്തിയായിരിക്കും. ഇതെൻ്റെ അമ്മയുടെ ചേച്ചി സുമമ്മ പറഞ്ഞു തന്ന ട്രിക്കാട്ടോ. ഇനി ഈ വെന്ത പയറും എല്ലാം കൂടെ നമുക്കൊരു ചട്ടിയിലോട്ട് മാറ്റാം. നമ്മളിന്ന് കറി വെക്കുന്നത് ചട്ടിയിലാണ്. ഇനി ഒരു തവിയെടുത്ത് അതിൻ്റെ മറുഭാഗം വെച്ച് ഈ പരിപ്പ് നല്ല പോലെ ഉടച്ചു കൊടുക്കാം. നല്ല ചൂടായതുകൊണ്ട് ആവി നല്ലപോലെ വരുന്നുണ്ട് കേട്ടോ, ക്ഷമിക്കണേ. ഇനി ആ പയറും ഉള്ളിയും പച്ചമുളകും ഒക്കെ നല്ല പോലെ അരഞ്ഞു വരുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. പയർ ഏകദേശം വെന്തുടഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഉപ്പ് നീരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ആ ഉപ്പ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കറിക്ക് ചേർക്കാനായിട്ട് റെഡിയാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം.
അരപ്പ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ യോജിപ്പിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മുടെ കറിക്ക് ആവശ്യമായ വെള്ളം നമുക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാമേ. തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഇളക്കി നോക്കണം. നമ്മുടെ കറിക്ക് ചാറ് ഇത്രയും മതിയോ എന്നറിയാൻ നല്ലപോലെ ഇളക്കി നോക്കി കുറച്ചുകൂടെ ചാറ് ലൂസ് ആക്കണമെങ്കിൽ തിളപ്പിച്ച വെള്ളം ചേർത്താൽ മതി. ഇനി തീ ഓൺ ചെയ്ത് നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം. നമ്മുടെ അരപ്പ് വേവുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. നമ്മുടെ കറി തിളച്ചു പോകരുത് കേട്ടോ. കറി പാകമായോ എന്നറിയാൻ നമ്മുടെ തവി ഒന്ന് എടുത്ത് പൊക്കി വെക്കുമ്പം ആ തവി കൂടെ ചെറിയ രീതിയിൽ ആവി പോയാൽ നമ്മുടെ കറി പാകമായെന്നാണ് കേട്ടോ. അപ്പം തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കറിക്ക് താളിച്ചൊഴിക്കാം. എല്ലായിടത്തും ഇതുപോലെ താളിച്ചൊഴിക്കുന്നൊന്നുമില്ല. കറിയുടെ അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ടാൽ കറിക്ക് നല്ല സ്വാദ് തന്നെയാണ്. ചില സ്ഥലത്ത് ഇതുപോലെ താളിച്ചൊഴിക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾ താളിച്ചൊഴിക്കാറുണ്ടേ. പാൻ ചൂടാകുമ്പം എണ്ണ ഒഴിച്ച് അതിലോട്ട് കടുകിട്ട് പൊട്ടിച്ച് വട്ടത്തിലരിഞ്ഞ കൊച്ചുള്ളിയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. നമ്മുടെ കൊച്ചുള്ളിക്ക് ഒരു ബ്രൗൺ കളർ ആവുന്നതാണ് കേട്ടോ അതിൻ്റെ പാകം. കൊച്ചുള്ളി ഒരു ബ്രൗൺ കളർ ആകുമ്പം ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ വഴറ്റി നേരെ നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പരിപ്പ് കറിയിലോട്ട് ഈ വറുത്തത് താളിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ചേർക്കാം. അപ്പോഴത്തേക്ക് നല്ലൊരു മണം വരും കേട്ടോ. അങ്ങനെ നമ്മുടെ സദ്യ ചെറുപയർ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ടേ. ഇപ്പോൾ കുറച്ച് വെള്ളം പോലെ ഇരുന്നാലും ഇത് ചട്ടിയിലിരുന്ന് കുറച്ച് കഴിയുമ്പോൾ അത് നല്ലപോലെ കുറുകി വരും കേട്ടോ. ഇനി എന്തിനാ താമസിക്കുന്നേ? ഒരു നല്ല ഇല വെട്ടി അതിലോട്ട് ആവശ്യത്തിന് ചോറും ഇട്ട് അതിന് നടുക്കോട്ട് നമ്മുടെ പരിപ്പ് കറിക്ക് ഇരിക്കാൻ ആവശ്യമായ ഒരു കുഞ്ഞു കുഴി കൂട്ടി അതിലോട്ട് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ പരിപ്പ് കറി ഒഴിച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് സൈഡിലൊരു പപ്പടവും വെച്ച് ആ പപ്പടത്തിൻ്റെ ഒരു പീസ് എടുത്ത് നല്ലപോലെ അമർത്തി പൊട്ടിച്ച് നമ്മുടെ പരിപ്പിലോട്ടിട്ട് ആ നെയ്യും പരിപ്പ് കറിയും പപ്പടവും കൂട്ടി ഒരു കുഞ്ഞുരുള എടുത്ത് വായിലോട്ട് വെച്ച എൻ്റെ മക്കളെ വയറും മനസ്സും അങ്ങോട്ട് നിറയും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പയറിൻ്റെ ആ പൊടി വെച്ച് നമുക്കൊരു പലഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന ഇതുപോലെ പയറിൻ്റെ അധികമായിട്ട് പൊടിഞ്ഞ പൊടികൾ നമ്മളൊരു പാത്രത്തിലോട്ട് എടുത്തിട്ട് അതിലോട്ട് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ ഞെരടി എടുക്കണം കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് സ്പൂൺ ഉപയോഗിച്ച്, അല്ലെങ്കിൽ നല്ലപോലെ കൈ വെച്ച് ഞെരടി എടുത്താൽ ആ തേങ്ങാപ്പാലും കൂടെ അതിലോട്ട് ഊർന്നിറങ്ങി ആ തേങ്ങാപ്പാലിൻ്റെയും പഞ്ചസാരയുടെയും ആ പരിപ്പിൻ്റെയും എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഈ പൊടിക്ക്. എൻ്റെ അമ്മയുടെ കുഞ്ഞുനാളിൽ എൻ്റെ അമ്മയുടെ അമ്മ അവർക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്ന ഒരു പലഹാരമായിരുന്നു കേട്ടോ ഇത്. തിരുവോണ ദിവസത്തിൽ വീടിൻ്റെ 4 മൂലയിലും വാഴയില ചീന്തിൽ ഈ പൊടി ഇട്ട് കൊടുത്ത് തിരിയും കത്തിച്ച് വെക്കും. ഉറുമ്പൂട്ടൽ എന്നാണ് ഈ ചടങ്ങിന് പറയുന്നത്. വീടിൻ്റെ 4 മൂലയ്ക്കും ഈ പയറുപൊടി വാഴയിലയിൽ വിളമ്പിയതിന് ശേഷമാണ് അവിടെ സദ്യ വിളമ്പുന്നത്. പണ്ടത്തെ നാട്ടുമ്പുറത്തെ ആചാരമായിരുന്നു ഇത്. ഇങ്ങനെ ഒരു ആചാരം കേട്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പത്തനംതിട്ടക്കാരി എൻ്റെ അമ്മ. ആ സൈഡിലുള്ള വീടുകളിലൊക്കെ പണ്ടത്തെ ഓണത്തിന് ഇങ്ങനത്തെ ആചാരം ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ നമ്മുടെ പയറുപൊടി കൊണ്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ടേ. ഇനി വീട്ടിലെ ചെറുപയർ കറി ഉണ്ടാക്കുമ്പം ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ എൻ്റെ ഈ നാടൻ റെസിപ്പിയും പലഹാരവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റിലൂടെ അതിനെ അറിയിക്കണേ. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പം മറ്റൊരു നാടൻ വിഭവവും കഥകളുമായി വീണ്ടും കാണാം. ബായ്.